ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. ഈ ഗോതമ്പ് കൊണ്ട് ദോശ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒട്ടും അവർ കഴിക്കത്തേ ഇല്ല, തിരിഞ്ഞു പോലും നോക്കത്തില്ല. വേണ്ടെന്ന് കാണുമ്പോഴേ വേണ്ടെന്ന് പറയും. പക്ഷേ ഗോതമ്പ് ദോശ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയേ, അവർ കറക്റ്റായിട്ട് കഴിക്കും. അപ്പം അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നാക്ക് ഗോതമ്പ് ദോശയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അവർക്കുള്ള ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പം നമുക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. നമുക്ക് ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പാലാണ്. ഇത് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാല് 1/2 കപ്പ് എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 1/2 കപ്പ് പാലിന് ശേഷം ബാക്കി ഇതിലേക്ക് ചേർക്കാനുള്ള നമ്മുടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ള് കലക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിൽ, അത് കറക്റ്റായിട്ട് നല്ല ലൂസായിട്ട് ഇരിക്കണം, ഒരുപാട് തിക്കാവാൻ പാടില്ല. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഫില്ലിങ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. പാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ എണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അതിപ്പം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കും, കുറച്ചുകൂടി നല്ലത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു 1.5 ടീസ്പൂണാണ് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളകുണ്ട്. അപ്പോൾ എനിക്കനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ചെറിയ പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം ഞാൻ ഈ ഐറ്റംസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എരിവിനനുസരിച്ച് വേണം, ഓരോരുത്തർക്കുള്ള എരിവിനനുസരിച്ചാണ് ചേർക്കാനുള്ളത്. പിന്നെ ക്രഷ്ഡ് കുരുമുളക്, അത് ചതച്ച കുരുമുളക്, അതും 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 3 മീഡിയം സവാളയാണ്. ഇത് ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ല പോലെ ബ്രൗൺ ഷെയ്ഡായി വരണം. ഇത് ഫുള്ള് നല്ല പോലെ വഴഞ്ഞ് വന്നിട്ട് ഇതിലുള്ള നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് ഇത് വരണം. അത്രയ്ക്ക് നല്ല റോസ്റ്റായി വരണം സവാള. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല പോലെ ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. നമുക്കൊരു 5 മിനിറ്റ്സ് കൂടെ ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉള്ളി ഒരുവിധം നല്ല പോലെ ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് ഒരു ചെറിയ ക്യാപ്സിക്കത്തിന് പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കണ്ട, നമുക്ക് സവാളയും ക്യാപ്സിക്കവും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് ഇതിന് പിന്നെ ഇട്ട് നമുക്ക് വഴറ്റേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ ഇതിലേക്ക് നമുക്ക്
മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി. കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നല്ലപോലെ ചെറിയ തീയിൽ നല്ല ഡ്രൈ ആയി വരും. അതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി തീ ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ ദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ തന്നെ 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ? ഇനി നമുക്കിത് ദോശയുടെ പാനിൽ ഒഴിച്ച് ചുട്ടെടുക്കണം. പക്ഷേ അത് നല്ല നൈസായിട്ട് ചുട്ടെടുക്കണം. നൈസായിട്ട് മതി. നമുക്ക് തിക്നെസ് ഒന്നും കൂടുതൽ വേണ്ട. കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി. തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വന്നാൽ മതി. അപ്പം നമുക്കതിനെ തിരിച്ചിടാം. നമ്മുടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ദോശ എങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ 4 സൈഡിലും നമുക്ക് കുറച്ച് മൈദ മാവ് ഇങ്ങനെ കലക്കിയതാണ്, മൈദപ്പൊടി കലക്കിയതാണ്, അത് തേച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മുട്ട ഒഴുങ്ങിയെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്ക് പനീർ വെച്ച് കൊടുക്കാം. അല്ല ചിക്കൻ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കണം. ഇങ്ങനെ ഒരെണ്ണം മടക്കുക ആദ്യം. പിന്നെ മൈദപ്പൊടി ചേർത്ത് ഇങ്ങനെ മടക്കിയെടുക്കുക. നമുക്കിവിടെ ശകലം തേച്ച് കൊടുക്കാം. ഇങ്ങനെ മടക്കിയെടുക്കുക. ഇപ്പം നമുക്കുള്ള ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. ഗോതമ്പ് ദോശ കൊണ്ടുള്ള നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഈസി ആയിട്ട് നമ്മളെ കുട്ടികളൊക്കെ ഒട്ടുമിക്ക കുട്ടികൾക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമേ അല്ല. അപ്പം ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്താൽ അവരെന്തുവാണെന്ന് പോലും അറിയത്തില്ല, അവരത് കഴിച്ചോളും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.